പോയി കൊറോണ കാലത്തിന് ശേഷം പ്രവീണിനെ കിട്ടണം. ലോങ് ടൈം പ്രവീണിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കോ കാണാൻ വന്നതാണ് അല്ലേ? അതെ കുറെ കാലം നേരത്തെ എന്താ പ്രവീൺ മുന്നേ പറയണം. അതാണ് പ്രവീൺ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ എന്ത് തോന്നുന്നു? പക്ഷേ ലുക്കൊക്കെ ഓക്കെ അല്ലേ? അതൊന്നും പ്രതീക്ഷ കിട്ടിയില്ല, വരും തോന്നുന്നു. വരുമായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് പോരാന്ന്, സെക്കൻഡ് ഹാഫ് എങ്ങനെ കണ്ണൊക്കെ പൊത്തിയിടുന്നുണ്ട്. എന്താ കണ്ണൊക്കെ പൊത്തിയ പ്രവീണ? വയലൻസിന്റെ വേറെ ലെവല്. ഓ ക്രിസ്റ്റി എങ്ങനെയുണ്ട് പോണേ? ഫസ്റ്റ് ഹാഫ് പറ്റലാക്ക്, പക്ഷെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കവർ ചെയ്തില്ലേ? രാവിലെ മുതൽ പ്രായം എടുത്തല്ലേ? ഒരിക്കലും മറ്റേ സെൻസർ അല്ല, മറ്റേ ഈ പ്രഗ്നന്റ് വുമൻസ് ഒന്നും കാണാനേ പറ്റില്ല അല്ലേ? ഓ സെക്കൻഡ് ഹാഫ് വയലൻസ്. ഓ സൈറ കണ്ടത് തലട്ടി വെക്കും. സൈറ കണ്ട ബോധം കെട്ടി വിടും ഉറപ്പാണ്. ആംബുലൻസ് കൊണ്ടുപോയി വരും. പിന്നെ വേറെ ഒന്നുണ്ട്, ജോക്സ് പാർട്ട് സെക്കൻഡ് ഹാഫ് മോനെ വേറെ ലെവലിൽ. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ പറ്റ അബദ്ധം. ഞങ്ങളെ വെച്ച് പൈസ പോയിന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫ് പൈസ തിരിച്ചു. ഓ ആ ഞാൻ പൈസ പോയി വിചാരിച്ചാണ്. സെക്കൻഡ് ഹാഫ് ഓക്കെ വലിയ ഹൈപ്പ് ആവുന്നല്ലേ ഈ വിചാരിച്ചില്ലേ? പക്ഷെ സെക്കൻഡ് ഹാഫില് വെറുതെ കണ്ണൊക്കെ പൊത്തി. അവസാനത്തെ മറ്റേ വില്ലൻ ഫസ്റ്റ് ഹാഫിന്റെ വില്ല പറ്റ ക്ഷീണം. ഷമിത്തലകന്റെ മോനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം പറയല്ലോ പറ്റ ബന്ധം. ലുക്ക് മാത്രമേ ഉള്ളൂ, ഹേ വർക്കില്ല. പക്ഷെ ആ സെക്കൻഡ് ഹാഫ് എല്ലാം ഉണ്ട് കേട്ടോ. പുഷ്പുണ്ട്, ഗജനുണ്ട്, പുഷ്പറ്റും ഉണ്ട്, ഗജനുണ്ട്. പക്ഷെ ആക്കെ പോട്ടെ, പടത്തിന്റെ വയലൻസ് തന്നെ. ഈ പടം പറയാ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മുതലാവും അല്ലേ? അത് പിന്നെ നമ്മൾ വിചാരിക്കും ഉണ്ണേട്ടന്റെ ബോഡി ഷോ ലാസ്റ്റ് കഴിഞ്ഞ ശേഷം സെറ്റ് ആയിക്കണം. പുഷ്പ 2 നേരെ വയനാട്ടിൽ പോയിട്ട് എന്റെ പൊന്നളിയാ. ഓ വേറെ ലെവല് സെറ്റായി. ഏതായാലും ഇനി നമുക്ക് റൈഫിൾ ക്ലബ്ബിൽ വരണ്ടേ? റൈഫിൾ ക്ലബ്ബാണ് ഇനി അടുത്തത്. രണ്ടു ദിവസത്തേക്ക് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് ആണ് കേട്ടോ. ഇനി ഇതുവരെ പറഞ്ഞ തമാശ പാട്ട്. ഇനി സിനിമനെ പറ്റി പ്രവീൺ ആധികാരികമായിട്ട് പ്രവീണാണ് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് പൊളി. വയലൻസിന്റെ വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗ് ഇല്ല ക്രിസ്റ്റി? ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞ ലാഗ് തന്നെയാണ്. ഇന്റർവെൽ വരെ ലാഗാണ്. ഇന്റർവെൽ വരെ ലാഗായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ള ഒരു അരമണിക്കൂർ ഇന്റർവെല്ലിലെ ഫൈറ്റ് സീക്വൻസ് കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വേറെ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് പറഞ്ഞാൽ ഓ ബ്ലഡ് ഇത് ചോര കണ്ട ബ്രൂട്ടലായിട്ട് വയലൻസ്. അതൊക്കെ സത്യം പറയാം സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ എല്ലാവരും സ്പോയിലർ ആവും. അതുകൊണ്ട് പിന്നെ അതൊന്നും പറയണില്ല. പിന്നെ സിനിമ കാണാം, അടിപൊളിയാണ്. ഒരു വേറെ തലത്തിലുള്ളതാണ്. അപ്പൊ നമ്മളെ മലയാളത്തിലെ ജോൺ വിക്ക് അല്ലേ, ഉണ്ണിമുഖന്ദൻ ഒരു വേറെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു സെറ്റായി അല്ലേ? വേറെ എന്താണ് മിസ്റ്റർ പ്രവീണ് പറയാനുള്ളത്? എന്തൊക്കെ പറയാനാണ്? ഞാൻ റിവ്യൂ പറഞ്ഞു പിന്നെ ആറാട്ടനായത് അങ്ങനെ പറയരുത്. എന്നാലും ഓക്കെ വിടാം. ഓക്കെ, കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. അതന്നെ തിയേറ്ററിൽ പോയി കണ്ടാലും മുതലാവും അല്ലേ? നേരത്തെ കാണാൻ ബെറ്റർ തിയേറ്ററിൽ പോയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് RBR Patience. Bye bye. Good night. Rashid, Praveen and Christy. Bye. Signing off.